എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജന്മൻ രേഖ എന്നുള്ള ഒരു ആപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ജന്മൻ രേഖ എന്ന ആപ്പിൽ നിങ്ങളുടെ എല്ലാ വർക്കുകളും ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബാങ്കിലേക്ക് തുക ലഭ്യമായിട്ടുണ്ടോ, ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള വിശദമായ വിവരങ്ങളും ഇതിലൂടെ ലഭ്യമാകും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും ജന്മൻ രേഖ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ജന്മൻ രേഖ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം മഹാത്മാഗാന്ധിയുടെ ചിത്രമുള്ള MGNREGA എന്നെഴുതിയിരിക്കുന്ന ഒരു വിൻഡോ ലഭ്യമാകും. നിങ്ങളുടെ GPS ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ GPS ഓൺ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിൽ ലഭിക്കും. അത് ഓക്കെ നൽകുക. അതിനുശേഷം ലഭ്യമാകുന്ന അടുത്ത വിൻഡോയിൽ 6 ചെറിയ സ്ലൈഡുകൾ പോലെയുള്ള രൂപങ്ങൾ കാണും. ഇതിൽ ആദ്യത്തേതിൽ നോ വർക്കേഴ്സ് അറ്റൻഡൻസ് എന്നുള്ളതായിരിക്കും. അതുപോലെ തന്നെ നിയർ ബൈ അസറ്റ്, അതുപോലെ സെർച്ച് ചെയ്യാനുള്ള ഒരു കോളം, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അഭിപ്രായമുണ്ടെങ്കിൽ അത് നൽകുന്നതിനുള്ള ഫീഡ്ബാക്ക് നൽകുന്നതിനുള്ള കാര്യങ്ങൾ, അതേപോലെ പ്രിഫറൻസ് എന്ന് തുടങ്ങിയ പെർമിസബിൾ തുടങ്ങിയ 6 കോളങ്ങളാണ് ഇതിൽ കാണാവുന്നത്. നിങ്ങളുടെ ജോബ് കാർഡ് നമ്പർ അതിൽ എൻ്റർ ചെയ്യുന്നതിനായിട്ട് ആവശ്യപ്പെടും. ആ നീല കോളത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജോബ് കാർഡ് നമ്പർ കൃത്യമായി തെറ്റാതെ എൻ്റർ ചെയ്യുക. ഇതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുക. ഇപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് ഡാറ്റ നോട്ട് ഫൗണ്ട് എന്ന അടിയിൽ എഴുതി കാണിച്ചിരിക്കുന്നു. ഈ തെറ്റായി ജോബ് കാർഡ് എൻ്റർ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. 00 എന്നുള്ളടത്ത് വേറൊരു 0 കൂടെ നൽകിയപ്പോൾ അടുത്ത വിൻഡോയിലേക്ക് പ്രവേശിക്കും. അവിടെ നിങ്ങളുടെ ജോബ് കാർഡ് എത്ര ദിവസം ജോലി ചെയ്തിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം എന്നുള്ളതിൻ്റെ കണക്ക്, ജോബ് കാർഡ് നമ്പർ, അവരുടെ ആരാണ് അതിൻ്റെ ഹൗസ് ഹോൾഡ് എന്നുള്ള ഹെഡ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമാകും. അതിൽ നിന്നും അറ്റൻഡൻസ് എന്നുള്ള രണ്ടാമത്തെ കോളത്തിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ജോബ് കാർഡിൽ എത്ര പേരുണ്ട് എന്നുള്ള അത് ലഭ്യമാകും. എത്ര പേരുണ്ട് എന്നതിൽ ആ വ്യക്തിയുടെ നേരെയുള്ള ആരോവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി ഓരോ ദിവസവും ജോലി ചെയ്ത മസ്റ്റർ റോൾ നമ്പർ, തീയതി, അതേപോലെ തന്നെ പ്രസൻ്റ് ആണോ ആബ്സെൻ്റ് ആണോ എന്നതുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമാകും. അതിനുശേഷം പേയ്മെൻറ്റ് എന്ന കോളത്തിലേക്ക് നിങ്ങൾ നെക്കിക്കഴിഞ്ഞാൽ എത്ര രൂപ നിങ്ങൾക്ക് ലഭ്യമായി എന്നുള്ളതിൻ്റെ കാര്യങ്ങളായിരിക്കും ലഭ്യമാകുക. അതായത് നിങ്ങൾ ഏത് മസ്റ്റർ റോളിൽ ആണ്, അതേപോലെ എത്ര ദിവസമാണ് ജോലി ചെയ്തിരിക്കുന്നത്, എത്ര രൂപയാണ് നിങ്ങൾക്ക് കൂലി കിട്ടിയിരിക്കുന്നത്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറിൻ്റെ അവസാന ഭാഗങ്ങൾ ഏത് ഡേറ്റിലാണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിരിക്കുന്നു എന്നുള്ളതും ഇവിടെ കാണാനായിട്ട് കഴിയും. പച്ച കോളത്തിലാണ് എങ്കിൽ അത് ക്രെഡിറ്റായി എന്നുള്ളതും, അല്ലെങ്കിൽ അത് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞുമായിരിക്കും എഴുതി കാണിക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ ജോബ് കാർഡിൽ ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന തുക ബാങ്കിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇനി ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടതിന് ശേഷം ഇത് നോക്കാവുന്നതും അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതുമാണ്. അറ്റൻഡൻസ് എന്ന് പേയ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു കോളം കൂടെ ഉണ്ട്. ആ കോളത്തിൽ ആരെല്ലാം ഉണ്ടോ, അത് ആധാർ സീഡ് ഉണ്ടോ, ആധാർ നമ്പർ എത്രയാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ലഭ്യമാവുക. ഇനി പിറകോട്ട് വന്നു കഴിഞ്ഞാൽ പിറകോട്ട് വന്നു കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോ വരികയും ആ വിൻഡോയിൽ എബൌട്ട് ജന്മൻ രേഖ എന്നുള്ള കോളത്തിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസുകൾ ലഭ്യമാവുകയും ചെയ്യും. അതുപോലെ നിയർ ബൈ അസറ്റ് എന്നുള്ള കോളത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഉള്ള വർക്കുകളുടെ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും. ഇതാണ് ജന്മൻ രേഖ എന്നുള്ള ഈ ആപ്പിനെ കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ആയതുകൊണ്ട് ഈ ആപ്പ് നിർബന്ധമായിട്ടും എല്ലാ തൊഴിലാളികളും നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തുക വന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളും തൊഴിലുറപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും ഈ വീഡിയോ മുഴുവനായി കാണുകയും ചെയ്യുക.